ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബയ്യിന പാരായണ നിയമങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറയുടെ പാരായണമാണ് നമ്മൾ 2 തവണ കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ സൂറയിൽ വന്നിട്ടുള്ള തജ്വീദി നിയമങ്ങൾ ചെറുതായി ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സൂറയിൽ 8ഓളം നിയമങ്ങൾ വന്നതായി കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് 8 നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മിക്കവാറും നിയമങ്ങൾ നേരത്തെ തന്നെ സൂറത്തുകളിൽ കേട്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി ഒരു പ്രത്യേക വിവരണത്തിലൂടെ പറയുമ്പോൾ നിങ്ങൾ അതിലെ നിയമങ്ങളും അതിന്റെ നിർവചനങ്ങളും അതിന്റെ അക്ഷരങ്ങളും ആ ക്രമത്തിൽ തന്നെ മനസ്സിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ ഇൽഹാറാണ്. ഇൽഹാർ നമുക്കറിയാം, വെളിവാക്കി ഉച്ചരിക്കുക എന്നതാണ് ഇൽഹാറിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. മണിക്കാതെ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വെളിവാക്കി പറയുക. അതെപ്പോഴാണ് വെളിവാക്കി പറയേണ്ടത്? സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങൾ വരുമ്പോൾ. അതുപോലെ ഇൽഹാറിന്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു തരം ഒരു ഇൽഹാറുണ്ട്. അത് സാക്കിനായ സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി പറയലാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ അല്ലാത്ത വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും, അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളിൽ ഈ 2 അക്ഷരങ്ങളല്ലാത്ത വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും, ഈ 2 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ മീമോ ബാओ അല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിന് ശേഷം ആ സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കി വെളിവാക്കി പറയലാണ് നിയമം. ഇൽഹാറുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ 2 സംഗതികൾ, ഒന്ന് സുക്കൂനുള്ള നൂന് തൻവീന്, ഇവ രണ്ടിനെയും വെളിവാക്കി പറയുക. ശേഷം വരുന്ന ഇത് ഹൽക്കിന്റെ അക്ഷരങ്ങളാണെങ്കിൽ 6 ഹൽക്കിന്റെ അക്ഷരം നമുക്കറിയാവുന്നതാണ്. ഹംസ്, ഹാ, ഐന്, ഗൈന്, ഹാ, ഖാ. ഈ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം വന്നാലും. മറ്റൊന്ന് സുക്കൂനുള്ള മീമിനെ വെളിവാക്കി പറയലാണ്. അതെപ്പോഴാണ്? ശേഷം ബാओ മീമോ അല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പോൾ. ബാക്കി 26 അക്ഷരങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ സൂറയിലേക്ക് കടക്കാം. ഇൽഹാർ, ഈ പറയുന്ന തരത്തിലുള്ള ഇൽഹാർ ഈ സൂറയിൽ എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ തുടക്കം തന്നെ നമുക്ക് കാണാം ലം യകുൻ. ലം യകുൻ സുക്കൂനുള്ള ആ മീമിന് ശേഷം വന്ന അക്ഷരം യാ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മീമിനെ വെളിവാക്കി പറഞ്ഞു. ലം യകുൻ, മണിക്കലൊന്നുമില്ല. ലം യകുൻ എന്നല്ല പാരായണം ചെയ്യേണ്ടത്. ലം യകുൻ, ലം എന്ന് മീമിനെ വെളിവാക്കി പറഞ്ഞ് പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ആ സുക്കൂനുള്ള മീമിന് ശേഷം വന്നത് യാ ആണ്. അതേ ആയത്തിൽ തന്നെ മിൻ അഹ്ലിൽ കിതാബി ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി. മിൻ അഹ്ലി, മിൻ എന്ന ആ സുക്കൂനുള്ള നൂനുണ്ടല്ലോ, മിൻ, ആ സുക്കൂനുള്ള നൂന് ശേഷം വന്ന അക്ഷരം എന്താണ്? ഹംസയാണ്. അവിടെ വെളിവാക്കണം മിൻ അഹ്ലിൽ കിതാബി. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ 2 ഇൽഹാറുകൾ ഉണ്ട്, 2 തരത്തിലുള്ള ഇൽഹാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 6ാമത്തെ ആയത്തിലാണ്. 6ാമത്തെ ആയത്ത് നോക്കൂ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി. മിൻ അഹ്ലിൽ കിതാബി ഒന്നാമത്തെ ആയത്തിൽ വന്നതുപോലെ തന്നെ മിൻ അഹ്ലി. പിന്നെ നമ്മൾ കാണുന്നത് അതേ ആയത്തിൽ തന്നെ 6ാമത്തെ ആയത്തിൽ ഹും ശർറുൽ ബരിയ. ഹും ശർറുൽ ബരിയ. ഹും സുക്കൂനുള്ള മീമിന് ശേഷം ഷീന് വന്നു. അവിടെയും വെളിവാക്കണം മീമിനെ. അപ്പൊ ഈ ആയത്തിലും 2 തരത്തിലുള്ള ഇൽഹാറും വന്നിട്ടുണ്ട്. പിന്നീട് നാം കാണുന്നത് 7ാമത്തെ ആയത്താണ്. 7ാമത്തെ ആയത്തിന്റെ അവസാനം ഹും ഖൈറുൽ ബരിയ. ഹും ഖൈറുൽ ബരിയ
സുക്കൂനുള്ള മീമിന് ശേഷം ഖാ വെളിവാക്കണം. അതിനുശേഷം എട്ടാമത്തെ ആയത്ത് ജസാഉഹും ഇൻദ, ജസാഉഹും ഐന്, ജസാഉഹും ഐന്, ആ ഐന് സുക്കൂനുള്ള മീമിന് ശേഷം ഐന് വന്നു. അപ്പൊ ആ മീമിനെ വെളിവാക്കി പറയുന്നു. അതുപോലെ അതേ ആയത്തിൽ തന്നെ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതുഹിം, റബ്ബിഹിം പിന്നെ വന്ന് ജീമാണ്. അതുകൊണ്ട് ആ മീമിനെ നമ്മൾ മണിക്കാനൊന്നും പാടില്ല, വെളിവാക്കി പറയണം. അതുപോലെ അതേ ആയത്തിൽ തന്നെ ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അൻഹാർ, അൻഹാർ സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ ഹൽക്കിന്റെ അക്ഷരം, ആ നൂനിനെ നമ്മൾ വെളിവാക്കി പറയുന്നു. അതേ ആയത്തിൽ തന്നെ അൻഹും റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹും, അൻ സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ ഹൽക്കിന്റെ അക്ഷരം. അതേ ആയത്തിൽ തന്നെ അൻഹും എന്ന സുക്കൂനുള്ള മീമിന് ശേഷം വന്നത് വാവാണ്. അൻഹും വറദു, വറദു അൻഹു പിന്നെ വന്നു അൻ എന്ന സുക്കൂനുള്ള നൂനിന് ശേഷം ഹാവ് വന്നു, ഇൽഹാർ. അതേപോലെ അതേ ആയത്തിന്റെ അവസാനം നമ്മൾ കാണുന്നു ലിമൻ ഖശിയ റബ്ബ, ദാലിക ലിമൻ ഖശിയ റബ്ബ, ലിമൻ എന്ന ഇതിലെ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാ വന്നു. ഇങ്ങനെ ഇതിൽ ഇൽഹാർ എന്ന നിലക്ക് ഏകദേശം എത്ര സ്ഥലങ്ങളിൽ വന്നു? പിന്നെ ഒന്നാമത്തെ ആയത്തിൽ 2 തരത്തിലുള്ളതുണ്ടെന്ന് പറഞ്ഞു. 6-ാമത്തെ ആയത്തിൽ, 7-ാമത്തെ ആയത്തിൽ, 8-ാമത്തെ ആയത്തിൽ ഒക്കെ ഈ ഇൽഹാർ 2 തരത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞ ഇൽഹാർ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ പിന്നെ മനസ്സിലാക്കി വെക്കണം. ഇനിയും നമ്മൾ സൂറത്തിലൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ വരും. അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം ഇൽഹാർ, സുക്കൂനുള്ള മീമിന് ഇൽഹാർ ആക്കല് ഒരുപക്ഷെ നമുക്കൊരു പുതിയ പിന്നെ വിവരം പോലെ ചില ആളുകൾക്കൊക്കെ തോന്നി എന്ന് വരാം. നമ്മൾ സാധാരണ സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം വരുന്ന ഹൽക്കിന്റെ അക്ഷരം അനുസരിച്ചാണല്ലോ ഈ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും ഇൽഹാറാക്കുന്നത്. സുക്കൂനുള്ള മീമിനും ഇങ്ങനെ ഒരു ഇൽഹാറിന്റെ നിയമം ഉണ്ട് എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത് ഈ സൂറത്തിൽ നമുക്ക് വന്ന നിയമം ഇഖ്ഫാൻ. ഇഖ്ഫാവ് നമുക്കറിയാം, അവ്യക്തമാക്കുക, മറച്ചുവെക്കുക എന്നതാണ് അതിന്റെ വാക്കർത്ഥം. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സുക്കൂനുള്ള നൂനും തൻവീനും തന്നെയാണ് മെയിനായിട്ട് എടുക്കാനുള്ള വിഷയം. സുക്കൂനുള്ള മീമും ഉണ്ട്, അത് പിന്നീട് പറയാം. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും മറച്ചു ഓതുക എന്നതാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാ? ഈ സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം അറബി അക്ഷരമാലയിലെ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരിക. 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരിക. നേരത്തെ ഒന്നും ഞാൻ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും മണിക്കണം, അതോടൊപ്പം മറച്ച് ഓതുകയും ചെയ്യണം. മറച്ച് ഓതുക എന്നാണ് പറയുക. അറബിയിൽ പറയുമ്പോൾ നുത്ഖുൻ നൂനി സാക്കിനത്തിയ വി തൻവീനി ബിഹാലത്തി മുതവസ്സിതത്തിൻ ബൈനൽ ഇൽഹാരി വൽ ഇദ്ഗാമി. ഇദ്ഗാമിന്റെയും ഇൽഹാറിന്റെയും ഇടയിലുള്ള ഒരു മധ്യമ അവസ്ഥയിൽ തൻവീനിനെയും സുക്കൂനുള്ള നൂനിനെയും ഉച്ചരിക്കുക എന്നതാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ. അപ്പോ ഏതാണ് ഈ 15 അക്ഷരങ്ങൾ? ഒന്ന് ഷീനാണ്, പിന്നെ ഒന്ന് താ ആണ്. ആ ക്രമത്തിൽ തന്നെ നമുക്ക് പഠിക്കാം. താ, പിന്നെ സാ, ദാല്, സാല്, പിന്നെ സായ്, റാന്റെ മുകളിലുള്ള പുള്ളി, റാ ഇല്ല കേട്ടോ, റാന്റെ മുകളിലുള്ള പുള്ളി, പിന്നെ ജീം, സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഫാ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇഖ്ഫാ ആണ് നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഈ സൂറയിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? ഒന്നാമത്തെ ആയത്തിൽ തന്നെ കാണാം മൂഫക്കീന, മൂഫക്കീന മണിക്കണം, അതോടൊപ്പം ആ നൂനിനെ മറക്കുകയും വേണം. ഇത് ഒഴിവാക്കരുത്, ഇൽഹാറാക്കരുത്. മുൻഫക്കീന എന്ന് ഓതരുത്, മൂഫക്കീന. അതുപോലെ രണ്ടാമത്തെ ആയത്തിൽ ഉതൂബു ഖൈമ,
കുതുബു ഖയ്യിമ, അവിടെ തൻവീനിന് ശേഷം വന്നത് ഖാഫാണ്. ഒന്നാമത്തെ മൂഫക്കീനയിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഫ വന്നു. കുതുബു ഖയ്യിമ എന്നതിൽ തൻവീനിന് ശേഷം ഖാഫ് വന്നു. അതും നമ്മളെ ഇഖ്ഫായിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. പിന്നെ എട്ടാമത്തെ ആയത്തിൽ ഇൻദ റബ്ബിഹിം, ഇൻദ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. അവിടെ ഇൻദ റബ്ബിഹിം. പിന്നെ ആദിന തജ്രി, അതേ ആയത്തിൽ എട്ടാമത്തെ ആയത്തിൽ ആദിന തജ്രി, ആദിനിൻ എന്ന തൻവീനിന് ശേഷം താ. മിൻ തഹ്തിഹൽ അൻഹാർ, മിൻ തഹ്തിഹൽ അൻഹാർ, മിൻ എന്ന സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. അപ്പൊ ഈ സൂറയിൽ ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളിൽ 4 അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഫ, ഖാഫ്, ദാല്, താ. ഈ 4 അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 15 അക്ഷരങ്ങൾ ഇത് ക്രമത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, വെക്കണം ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ എന്ന നിലയ്ക്ക്. അത് ഏതെല്ലാമാണെന്നുള്ളത് ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് സുക്കൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും നിയമമാണെങ്കിൽ മറ്റൊരു ഇഖ്ഫാ സുക്കൂനുള്ള മീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സുക്കൂനുള്ള മീമിന് ശേഷം ബാഓ യാഓ എല്ലാത്ത അക്ഷരങ്ങൾ വരുമ്പോഴാണ് എന്ത് ഇൽഹാർ. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ നേരത്തെ സൂറത്ത് അൽ ഫീലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിനോട് ചേർത്ത് മണിച്ച് മറച്ചോദണം എന്നുള്ളതാണ്. ആ ഇഖ്ഫ എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഇഖ്ഫാ ഷഫവി എന്നാണ് എന്ന് പറയാ. ഇഖ്ഫാ ഷഫവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 അക്ഷരങ്ങളെയും ബായിനെയും ഈ മീമിനെയും ചുണ്ടിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുവിക്കുക. എവിടെ നമ്മൾ പഠിച്ചു? സൂറത്തുൽ ഫീലിൽ പഠിച്ചു. തർമീഹിംബി, തർമീഹിംബി, ചുണ്ട് കൂട്ടിപ്പിടിക്കുകയാണ് നമ്മൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ. തർമീഹിംബി, തർമീഹിം എന്ന സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അങ്ങനെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഖ്ഫാ ഷഫവി എന്ന നിയമം അവിടെ ഉള്ളത്. അപ്പോ ഇതാണ് ഇൽഹാറും ഇഖ്ഫാവും എന്ന ഈ തജ്വീദി നിയമം ഈ സൂറയുമായി ബന്ധപ്പെടുത്തി പറയുകയായിരുന്നു. ഇനിയും ബാക്കി നിയമങ്ങൾ നമുക്ക് അടുത്ത വിവരണത്തിലൂടെ പരിശോധിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.